ഓം ശാന്തി. ഒരു സ്ഥലത്ത് IITക്ക് പഠിക്കുന്ന ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനുണ്ടായി. അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഉന്നതിയിലെത്തണം, എല്ലാ മണ്ഡലങ്ങളിലും എനിക്ക് സക്സസ്ഫുൾ ആകണം. ഇതായിരുന്നു അവൻ്റെ ആഗ്രഹം. അവൻ എല്ലാ ദിവസവും അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്ന് അവൻ പഠിക്കുക മാത്രമല്ല, കുറച്ച് സമയം അവൻ ധ്യാനിക്കുമായിരുന്നു. അവനൊരു സ്വയം അസർട്ടേഷൻ കൊടുക്കുമായിരുന്നു, സെൽഫ് അസർട്ടേഷൻ കൊടുക്കുമായിരുന്നു. ഞാൻ സഫലമാകും, ഞാൻ ജയിക്കും, ഞാൻ ദിവ്യനാണ്, ഞാൻ ശാന്തനാണ്. അപ്പൊ സഫലത, ശാന്തി, ദിവ്യത, ഈ ഒരു വിഷയത്തിലേക്ക് അവൻ തൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്തു. അത്രയും അന്തർമുഖനായി മറ്റെല്ലാ ചിന്തകളിൽ നിന്നും വേറിട്ടിരുന്നു കൊണ്ട് അവൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ ഒരു ധ്യാനം ചെയ്തിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ അവന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർ കളിയാക്കും. നിനക്ക് പഠിച്ചാൽ പോരെ, അത് ഇത്ര രാവിലെ നിനക്ക് എന്തിനാണ്, നീ എഴുന്നേറ്റോ, പഠിച്ച് ധ്യാനിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെയുള്ള കുട്ടികളെല്ലാവരും ഇങ്ങനെ പല രീതിയിൽ തമാശ പറ്റിയും സീരിയസ് ആയിട്ടും അല്ലാതെയൊക്കെ കളിയാക്കുമായിരുന്നു. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ യാതൊരു കുലുക്കവും ഇല്ല. കാരണം അവന്റെ മനസ്സ് വളരെ സ്ഥിരതയുള്ളതും തൻ്റെ ലക്ഷ്യം വളരെ സ്പഷ്ടവുമായിരുന്നു. മറ്റുള്ളവർ എന്തു പറയുന്നു അതെനിക്ക് എൻ്റെ വിഷയമല്ല, എനിക്ക് എന്താകണം അതാണ് എൻ്റെ ആവശ്യം. ആ ഒരു മെന്റാലിറ്റി ഉടമയായിരുന്നു ആ പയ്യൻ. അങ്ങനെ അവൻ തൻ്റെ പഠന വിഷയത്തിൽ നല്ല ശ്രദ്ധ കൊടുത്തു. തൻ്റെ കോഴ്സ് എല്ലാം പൂർത്തിയായി. എക്സാം കഴിഞ്ഞപ്പോൾ ആ കോളേജിലെ ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി അവൻ പാസ്സായി. അവൻ്റെ ആത്യന്തികമായിട്ടുള്ള ആത്മനിയന്ത്രണ ശക്തി, നേതൃത്വ പാഠവം, ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് കോളേജ് അധികൃതർ അവന് നല്ല ഒരു പാരിതോഷികവും കൊടുത്തു. എല്ലാ ബഹുമതികളും കൊടുത്തവനെ ആദരിച്ചു. അപ്പോൾ ആരാണോ സ്വയം സമയത്തെ മനസ്സിലാക്കി, സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ ഉപയോഗിക്കുന്നത്, അവർ അവരുടെ ജീവിതത്തിൽ സമയമനുസരിച്ച് മുന്നേറുക തന്നെ ചെയ്യും. സമയം ഒരിക്കലും അവരെ ചതിക്കില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേക്ക് അപ്പ് ഡ്യൂറിങ് അമൃതവേള ആൻഡ് അവേക്കൻ യുവർ ഫോർച്യൂൺ. അമൃതവേളയിൽ എഴുന്നേറ്റ് തൻ്റെ ഭാഗ്യത്തെ ഉണ്ടാക്കൂ. തൻ്റെ ഭാഗ്യത്തെ ഉണ്ടാക്കൂ അമൃതവേള സമയം. അതിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്ന്, തൻ്റെ ഭാഗ്യത്തെ സ്വയം ഉണ്ടാക്കണം. ഷേപ്പ് യുവർ ഓൺ ഡെസ്റ്റിനി. നമ്മുടെ ഭാഗ്യം എന്താണോ അതുണ്ടാക്കേണ്ട ഡ്യൂട്ടി നമ്മുടേത് മാത്രമാണ്. പിന്നെ അടുത്തത്, ബിൽഡ് ഇന്നർ സ്ട്രെങ്ത്. നമ്മുടെ ആന്തരിക ശക്തിയെ വർദ്ധിപ്പിക്കുക. പിന്നെ അടുത്തത്, ഗെയിൻ ഡിസിഷൻ മേക്കിംഗ് പവർ. ഏതൊരു സാഹചര്യത്തിലും മറ്റുള്ളവരെന്തു പറയുന്നു അതിനേക്കാൾ ഉപരിയായി സ്വയം തീരുമാനമെടുക്കാനുള്ള ശക്തിയെ വളർത്തുക. തിങ്ക് ബിയോണ്ട് ദ ക്രൗഡ്. ആളുകൾ എന്തു പറയുന്നു അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ തയ്യാറാവുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും അതെന്റെ വിഷയമല്ലല്ലോ, ആർക്കെന്തും വിചാരിക്കാം. അതുകൊണ്ട് തിങ്ക് ബിയോണ്ട് ദ ക്രൗഡ്. അടുത്തതായിട്ട്, ഹാവ് ഫെയ്ത്ത് ആൻഡ് സറണ്ടർ. അത്രയും ഭഗവാനിൽ അഥവാ ഈശ്വരനിൽ നിശ്ചയത്തെ വെച്ച് പരിപൂർണമായിട്ടും സറണ്ടർ, വിധേയത്വ മനോഭാവത്തിലിരിക്കുക. പിന്നെന്താണ്, then peace is power. നമ്മുടെ പക്കലുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ശാന്തിയുടെ ശക്തിയാണ്. ആ ശക്തിയെ നിലനിർത്തുക. ഇത്രയും കാര്യങ്ങൾ അവലംബിച്ചുകൊണ്ട് മുൻപോട്ട് പോകൂ. സമയത്തെ സാർത്ഥകമാക്കൂ. നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകും. ഓം ശാന്തി.